السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ മാസത്തിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ നൽകുകയും അതിനു മുമ്പ് റജബ് നൽകുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട രണ്ട് കവാടങ്ങൾ കഴിഞ്ഞാണ് നാം റമദാൻ മാസത്തിലേക്ക് എത്തിയത്. റമദാൻ മാസത്തിൽ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ മർമ്മപ്രധാനമായ കാരണം ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് എന്നതാണ് ആ റമദാൻ മാസത്തിൽ എത്ര മഹത്വം ഉണ്ടാവാനുള്ള ഒരു കാരണം. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിലെ ഓരോ ദിവസത്തിലും ധാരാളം ഖുർആൻ ഓതാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിൽ അതിൽ നിന്നുള്ള ഒരു ഹർഫ് ഓതിയാൽ തന്നെ 10 പ്രതിഫലമാണ് നമ്മുടെ ഏടുകളിൽ എഴുതപ്പെടുന്നത്. അതുപോലെ അത് റമദാൻ മാസത്തിലാകുമ്പോൾ 10 എന്നുള്ളതിന്റെ 70 ഇരട്ടിയായി മാറുന്നതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഖുർആൻ ഓതുന്നവരായിരുന്നു. അവിടുന്ന് ഓതുന്ന ഖുർആൻ കേട്ടിട്ട് സ്വഹാബിമാർ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഇത്ര ഭംഗിയായി ഓതുന്ന മറ്റൊരാളെയും ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. നബി തങ്ങൾ ഓതുന്നതിന്റെ ദൈർഘ്യവും അതിന്റെ സ്വരമാധുര്യവും കേട്ടിട്ട് സ്വഹാബിമാർ ഒന്നടങ്കം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുകയും അതുപോലെ അത് ഓർത്ത് ചിന്തിച്ച് കണ്ണീര് ധാരധാരയായി ഒഴുക്കുകയും ചെയ്തതായിട്ട് ധാരാളം സ്വഹാബിമാരെ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. അത് ഖുർആൻ അർത്ഥം അറിഞ്ഞു ഓതിയാലും അല്ലാതെ ഓതിയാലും ധാരാളം പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് കാണാം, നാളെ ആഖിറ ലോകത്തില് അല്ലാഹു ഖുർആനിന്റെ അഹ്ലുകാരെ ധാരാളം ഖുർആൻ ഓതുന്നവരെ ഒരുമിച്ച് കൂട്ടി നിർത്തും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഖുർആൻ തർത്തീലായി ഭംഗിയായി സാവകാശം ഓതുകയെന്ന് അവരോട് പറയും. അങ്ങനെ അവർ ഖുർആനിന്റെ ഒരായത്ത് ഓതുന്ന സമയത്ത് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പദവികളിൽ നിന്നുള്ള ആദ്യത്തെ പദവിയാണ് അവർക്ക് നൽകുന്നത്. അതിന്റെ വിശേഷ ഗുണങ്ങൾ പറയുന്ന സമയത്ത് ലോകത്തെ മനുഷ്യരിൽ നിന്ന് ഒരാളും ചിന്തിക്കാത്ത ഒരു കുഞ്ഞിന്റെ പോലും ഒരു മനുഷ്യന്റെ പോലും മനസ്സിൽ ഒരിക്കൽ പോലും ഉണ്ടാകാത്ത അത്രയും വിശാലമായ സുഖ സൗകര്യങ്ങൾ നിറഞ്ഞതാണ് ആ സ്വർഗ്ഗലോകം. അതിൽ അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഉണ്ട്. അങ്ങനെ വിശാലമായ സ്വർഗമാണ് അവനിക്ക് മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെക്കുന്നത്. അങ്ങനെ അവൻ ഖുർആനിൽ നിന്നുള്ള രണ്ടാമത്തെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ ഇരട്ടി പ്രതിഫലമുള്ള ഇരട്ടി സ്ഥാനമുള്ള രണ്ടാമത്തെ സ്വർഗ്ഗലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ആയത്ത് ഓതിയാൽ മൂന്നാമത്തെ പദവി നൽകുന്നു. ആ മൂന്നാമത്തെ പദവി എന്നാൽ രണ്ടാമത്തെ പദവിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇരട്ടി സുഖ സൗകര്യങ്ങളാണ് മൂന്നാമത്തതിൽ. അങ്ങനെ 6666 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അങ്ങനെ സ്വർഗത്തിന്റെ അത്യുന്നതമായ പദവിയിലേക്ക് ഓരോരുത്തരും അഹ്ലുൽ ഖുർആനിന്റെ ആളുകൾ എത്തുകയാണ്. നമുക്ക് മുന്നിലുള്ള മുൻഗാമികളായ ആളുകൾ ദിവസത്തിൽ ഒരു ഖത്ം ഓതിയവരുണ്ട്, അങ്ങനെ ആഴ്ചയിൽ ഖത്ം ഓതിയവരുണ്ട്, മാസത്തിൽ ഖത്ം ഓതിയവരുണ്ട്. അങ്ങനെ ധാരാളം ഖത്മുകൾ ഓതിക്കഴിഞ്ഞവർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അഹ്ലുൽ ഖുർആനിൽ നമുക്ക് എത്ര സാധ്യതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് വളരെ നല്ലതാണ്. നാം തുച്ഛമായ പേജുകളാണ് ഖുർആനിൽ ഓതുന്നത്. ധാരാളം ഖുർആൻ ഓതാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ബഹുമാനപ്പെട്ട ബശീർ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് നാം ഏവരെയും വളരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ഓതുന്നവർക്കായി നബി തങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരുത്തൻ അവന് കഴിയുന്നത്ര ഭംഗിയായിട്ട് ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ അവൻ നമ്മിൽ പെട്ടവനല്ല. അതുകൊണ്ട് നമ്മളുടെ ഖുർആൻ ഓതുന്നതിന്റെ ശൈലിയും അതിന്റെ രൂപവും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.